ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും നോട്ട്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. 4 വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. അപ്പോൾ വസ്ത്രത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി ചുവടെ നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഒരു കുട്ടിയുടെ ചിത്രമാണ്, അതുപോലെ ഒരു തത്തയുടെ ചിത്രം, ഒരു ആട്, ഒരു ആമ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെയാണ്? ഇവിടെ ഈ കുട്ടിയുടെ മേലെ ഒരു തൂവാല അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലൂടെയാണ് ആ കുട്ടി ഈ ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത്. തത്തയാണെങ്കിലോ തത്തയുടെ തൂവലുകളാണ് അതിൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ആടാണെങ്കിൽ അതിൻ്റെ രോമങ്ങളാണ്, ആമയാണെങ്കിൽ അതിൻ്റെ പുറന്തോടാണ്. ഇതൊക്കെയാണ് ഈ ജീവജാലങ്ങളുടെ തണുപ്പിനെയും ചൂടിനെയും ഒക്കെ അതിജീവിക്കാനുള്ള അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആടിന്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരെ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിട്ടിരുന്നത്? അവർ പ്രകൃതിയിൽ നിന്ന് തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു? പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവർ ചെയ്തിരുന്നത്. ഒന്നുകൂടെ പറയാം. മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഓക്കെ, ഇനി നോക്കൂ, ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇന്ന് മനുഷ്യർ ഒരുപാട് തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നൂൽ വസ്ത്രങ്ങളാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിൽക്ക് അല്ലെ, സിൽക്കിൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കോട്ടന്, പോളിസ്റ്റർ, ഇതൊക്കെ മനുഷ്യർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട് വസ്ത്രം അല്ലെ. നല്ല തണുപ്പാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. എങ്കിൽ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കൂടും. ഇനി ചൂടിൽ നിന്നുള്ള സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു. പ്രാണികളിൽ നിന്ന് സംരക്ഷണം, അതുപോലെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം, പിന്നെയോ അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രം ആത്മവിശ്വാസം നൽകുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തിന് വേണ്ടിയും നമുക്ക് വസ്ത്രം ധരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം, രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം, ആത്മവിശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് അല്ലേ. കാരണം പണ്ട് കാലത്തൊന്നും വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് മുന്നേ ഉള്ള ചരിത്രമാണ്. ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ചിത്രം നോക്കൂ. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? അവരുപയോഗിച്ചിരിക്കുന്നത് മരവുരി അഥവാ മരത്തിന്റെ പുറംതൊലിയാണ്. ഇനി രണ്ടാമത്തേതിലോ മൃഗങ്ങളുടെ തൊലിയാണ് അല്ലെ. മൃഗങ്ങളുടെ തൊലി, അതുപോലെ തന്നെ വലിയ ഇലകളും പുല്ലുകളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവിടെ എഴുതേണ്ടത് മരവുരി അവിടെ തന്നിട്ടുണ്ട്. ഇനി മൃഗങ്ങളുടെ തൊലി, അതുപോലെ തന്നെ വലിയ ഇലകളും പുല്ലും, ഇതും അവിടെ എഴുതി ചേർക്കണം. ഇനി അടുത്തത്, വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകള്, മരത്തോല്, മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി ഉപയോഗിച്ചു.
മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. അപ്പോൾ അന്ന് എന്തൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും ഇവർ ചെയ്തിരുന്നത്? വേട്ടയാടലാണ്. അപ്പോൾ അവർക്ക് വേട്ടയാടിയിട്ട് എന്തൊക്കെയാണോ കിട്ടിയിരുന്നത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അവർ ചിന്തിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും പുല്ല്, ഇലകൾ, മരത്തോല്, മൃഗങ്ങളുടെ തോല് ഇതൊക്കെയാണ് വസ്ത്രത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നതോ മൃഗങ്ങളുടെ കൊമ്പ്, എല്ലുകൾ ഇതൊക്കെയായിരുന്നു അവർ തുന്നാൻ വേണ്ടിയും ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇന്നത്തെ പോലെ ആധുനിക മെഷീനുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അവർ വേട്ടയാടിയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലായിരുന്നു അവരുടെ വസ്ത്രനിർമ്മാണം എന്ന് പറയുന്നത്. ഇന്നത്തെ മിഷനറീസോ അല്ലെങ്കിൽ നൂലോ ഒന്നും അന്ന് അവർക്ക് ലഭ്യമായിരുന്നില്ല. ഇനി നെയ്ത്ത് വിദ്യയിലേക്ക് എന്നതാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ വന്നത് നെയ്ത്ത് വിദ്യയിലേക്കാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവർ ചുറ്റുപാടുകളിൽ നിന്ന് എന്തൊക്കെ നാരുകൾ കിട്ടിയിരുന്നു, അഥവാ ഈ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നാരുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെടികളിൽ നിന്ന് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ നാരുകളൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അവർ വസ്ത്രം നെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നെയ്ത്ത് എന്ന് പറഞ്ഞാൽ നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് അതിനെ നീളമുള്ള നൂലുകളാക്കി അത്തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് തുണി നെയ്യുന്ന അല്ലെങ്കിൽ തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇനി സിന്ധു നദീതട വസ്ത്രം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ടും കരുതുന്നു. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്തും ഇതുപോലെ വസ്ത്രങ്ങൾ നെയ്തിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ച് നെയ്ത്ത് ഉപയോഗങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂല് ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ കൂടുന്തോറുമാണല്ലോ മനുഷ്യന് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെയും വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആവശ്യങ്ങൾ കൂടിയപ്പോഴാണ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ചിത്രം നോക്കൂ. ആദ്യകാല നൂൽപ്പ് യന്ത്രമാണ്, അതിൻ്റെ കൈത്തറിയുമാണ് അവിടെ കാണിക്കുന്നത്. ഇന്ന് കൈത്തറി വളരെയധികം കുറവാണ്, പക്ഷെ എന്നാലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായം കൊണ്ട് വസ്ത്രങ്ങൾ നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. അപ്പോൾ ഇവിടെ പരുത്തി തന്നിട്ടുണ്ട്. എന്താണ് പരുത്തി? ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇനി അടുത്തത് ചണമാണ്. ചണച്ചെടിയിൽ നിന്ന് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനാണ് ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ഇനി അടുത്തത് നീലം ചെടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നതാണ് നീലം. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തമായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നീലം എന്താണ്, ചണം എന്താണ്, പരുത്തി എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? അതുപോലെ നെയ്ത്തും മനസ്സിലായി. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താപ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. അപ്പോൾ കൈത്തറി വസ്ത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലൊന്നാണ്. ഇവിടെ തന്നിട്ടുണ്ട് സ്പിന്നിങ് ജെന്നി. ഇതെന്താണ്? വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ ഒരു യന്ത്രം കണ്ടുപിടിച്ചതാണ്. ഇത് വളരെയധികം പുരോഗതി പ്രാപിച്ചു. ജെയിംസ് ഹാർഗ്രീസ് ആണ്
സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കുകയാണ് ചെയ്തത്. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി അവ മനുഷ്യ പ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറികൾ വന്നു. അങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ജനസംഖ്യയും വർദ്ധിച്ചതോടു കൂടിയിട്ട് എന്താണ് സംഭവിച്ചത്? കൈത്തറിയുടെ സ്ഥാനത്ത് നമുക്ക് യന്ത്രത്തറി വരികയാണ് ചെയ്യുന്നത്. അഥവാ പവർ ലൂം വരികയാണ് ചെയ്യുന്നത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ യന്ത്രത്തറിക്ക് കഴിയുകയും ചെയ്യും. ഇനി യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണം അഥവാ ഇന്നൊക്കെ കാണുന്ന യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണത്തെ കുറിച്ചിട്ടാണ്. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തി വിറ്റഴിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ആക്ച്വലി ഇതിനുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുപോയിരുന്നത്. ഇനി ഭൂമിയിലെ 7 വൻകരയിലൊന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്യർ എന്ന് പറയുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര് എന്നിവർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കൊള്ളയടിച്ചത് ആരായിരുന്നു? നമ്മുടെ ഇംഗ്ലീഷുകാരായിരുന്നു. അതൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കുന്ന കാര്യമാണല്ലേ. എന്നാലും നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് അവിടെ തന്നു എന്നേ ഉള്ളൂ. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പം ആദ്യം നീലമായിരുന്നു, പിന്നെ അതൊക്കെ മാറി പിന്നെ കൃത്രിമമായിട്ടുള്ള ചായങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് നോക്കൂ, വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണല്ലേ. ഒരേ വസ്ത്രത്തിൽ തന്നെ പല നിറങ്ങളും എല്ലാം കണ്ടുവരുന്നത് നമുക്കറിയാം. നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ഒരു നിറമല്ല പല നിറങ്ങളാണ്. ഇതൊക്കെ കൃത്രിമമായിട്ടുള്ള നിറങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപാദനത്തിന്റെ വർധനവ്, കാരണം വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. മനുഷ്യരുടെ അധ്വാനത്തിലെ ഭാരക്കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ വ്യാപനം. ഇതൊക്കെയായിരുന്നു. ഉൽപാദന ചിലവ് കുറഞ്ഞു, ഉൽപാദനക്ഷമത വർദ്ധിച്ചു. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഉൽപാദന ചിലവ് കുറഞ്ഞു, ഉൽപാദനക്ഷമത വർദ്ധിച്ചു. ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോണ് തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് പ്രകൃതിദത്ത നാരുകൾ, എന്താണ് കൃത്രിമ നാരുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിന് താഴെ പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത് കമ്പിളിയാണ്. കമ്പിളി കിട്ടുന്നത് ചെമ്മരിയാടിൽ നിന്നാണ്. പട്ടുനൂൽ പുഴുവിൽ നിന്ന്, പരുത്തിച്ചെടിയിൽ നിന്ന്, ചണം കിട്ടുന്നത് ചണച്ചെടിയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ അവിടെ ചണച്ചെടി എന്നും ചെമ്മരിയാട് എന്നും നിങ്ങൾ എഴുതി കൊടുക്കണം. ഇനി നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽക്കട സന്ദർശിച്ച് പാഴ്ത്തുണി കഷ്ണങ്ങൾ ശേഖരിക്കൂ. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് വസ്ത്രങ്ങളിലെ വൈവിധ്യമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.